ഒരു സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയ മകൾ. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ കഴിഞ്ഞ ജൂലൈ 3 ജയ്പൂരിലെ കോടതിയിലെ ക്ലർക്കായിട്ടുള്ള നീരജ് ശർമ്മ തന്റെ മകനെ കോച്ചിങ് ക്ലാസ്സിലാക്കിയതിനു ശേഷം തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു. പെട്ടെന്നാണ് 130 km/h സ്പീഡിൽ വരുന്ന ഒരു സ്കോർപിയോ ഇവരെ ഇടിച്ചു തെറിപ്പിച്ചത്. അവർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കാറ് നിർത്താതെ പോവുകയും ചെയ്തു. ആദ്യ കാഴ്ചയിൽ ഇത് ഭീകരമായിട്ടുള്ള ഒരു ഹിറ്റ് ആൻഡ് റൺ അപകടമായിട്ടാണ് എല്ലാവർക്കും തോന്നിയത്. എന്നാൽ പോലീസ് അവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ കഥ പൂർണ്ണമായിട്ട് അങ്ങ് മാറി. ഈ വണ്ടി ബ്രേക്ക് ചെയ്യാനോ മാറ്റി ഓടിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ആ ഇടി തികച്ചും പ്ലാൻഡ് ആണെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. തൊട്ടു പിന്നാലെ കുടുംബത്തിനുള്ളിലെ പല തർക്കങ്ങളെക്കുറിച്ചും വിശദീകരിച്ചുകൊണ്ട് ഈ മരിച്ച നീരജിന്റെ സഹോദരൻ രംഗത്തെത്തി. ഈ ക്രൂരതയ്ക്ക് പിന്നിൽ തികച്ചും വ്യക്തി വൈരാഗ്യമാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ഈ ഒരു വർഷം മുമ്പേ നീരജിന്റെ ഭർത്താവ് മരണപ്പെട്ടിരുന്നു. തുടർന്ന് ഇയാളുടെ ജോലി നിയമപ്രകാരം ഭാര്യ നീരജിന് ലഭിച്ചു. ഈ കോടതിയിലെ ജോലി ലഭിച്ചു. എന്നാൽ 23 വയസ്സുകാരിയായിട്ടുള്ള മകൾ ആയുഷ് വിചാരിച്ചത് ഈ ജോലി തനിക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ്. എന്നാൽ ആ ജോലി മകൾക്ക് വിട്ടു നൽകാനായിട്ട് അമ്മ നീരജ് സമ്മതിച്ചിരുന്നില്ല. ഇതോടൊപ്പം വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന സ്വത്വർഗം കൂടി ആയപ്പോൾ ഇവർ ഈ കടുങ്കൈക്ക് മുതിരായിരുന്നു. ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം ഒന്നുമായിരുന്നില്ല. 3 മാസത്തോളമാണ് ആയുഷിയും അമ്മാവനും അവരുടെ ഒരു കസിനും കൂടിയിട്ട് ഇത് പ്ലാൻ ചെയ്തത്. ഭരത്പൂരിൽ നിന്നുള്ള ഒരു കൊട്ടേഷൻ സംഘത്തിന് 7 ലക്ഷം രൂപയാണ് ഇവർ കൈമാറിയത്. ആദ്യം ഒരു താർ വാടകയ്ക്ക് എടുത്തിട്ട് അതിലൊരു ശ്രമം ഉണ്ടായിരുന്നു. അത് പാളിപ്പോയി. പിന്നീട് ഒരു മാസത്തോളം നീരജിന്റെ ദിനചര്യ മൊത്തം നിരീക്ഷിച്ച് ഒടുവിൽ ജൂലൈ 3 ഇവരുടെ ലൈവ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ട് ഈ കൊട്ടേഷൻ സംഘത്തിന് കൊടുക്കുകയായിരുന്നു. നിലവിൽ മകൾ ആയുഷിയും ഡ്രൈവർ ഉൾപ്പെടെ 7 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രധാന ഗൂഢാലോചനക്കാരിൽ ഒരാളായിട്ടുള്ള ഈ ആയുഷിയുടെ കസിൻ ബൽറാം ഇപ്പോഴും ഒടുവിലാണ്. ഒരു ദാരുണമായിട്ടുള്ള റോഡ് അപകടം ആണെന്ന് കരുതിയ സംഭവം ആ കുടുംബം തന്നെ ആസൂത്രണം ചെയ്ത ഒരു കൊടും ചതിയായിട്ട് പുറത്തുനിന്നിരിക്കുകയാണ്. അതും സ്വന്തം മകള് തന്നെ.